നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടി. മണിക്കൂറുകൾക്കുള്ളിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നും പിടിയിൽ. ചില്ലിച്ചിക്കനിൽ സോസ് കൂടിയെന്ന് ആരോപണം. ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനമേറ്റു. കോഴിമുട്ടയ്ക്കുള്ളിൽ സുഷിര ചിത്രം. VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലിയുമായി വടക്കാഞ്ചേരി സ്വദേശി സൂരജ് കുമാർ. പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു. വയോധികനെ ഓട്ടോറിക്ഷ ഇടിച്ച് നിർത്താതെ പോയ മറ്റത്തൂർ സ്വദേശി പോലീസ് പിടിയിൽ. കോടതി മുറ്റത്ത് നിന്ന് ആശുപത്രിയിലെത്തി കുഞ്ഞിന് ജന്മം നൽകി കൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ CPO. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ വിടവാങ്ങി. 8 തവണ ടച്ചിങ്സ് വാങ്ങി, 9ാം തവണ നൽകിയില്ല. പുതുക്കാട് ബാറിൽ ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. 3 പീടിക സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ബസ്സിനടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. കൊടകരയിൽ കാപ്പ കേസിൽ ജയിലിൽ പോയപ്പോൾ സഹായിക്കാത്തതിനുള്ള വൈരാഗ്യത്താൽ ആക്രമണം. സ്റ്റേഷൻ റൌഡിയും സുഹൃത്തും അറസ്റ്റിൽ. കൊടകരയിൽ കാപ്പ കേസിൽ ജയിലിൽ പോയപ്പോൾ സഹായിക്കാത്തതിനുള്ള വൈരാഗ്യത്താൽ ആക്രമണം. സ്റ്റേഷൻ റൌഡിയും സുഹൃത്തും അറസ്റ്റിൽ. കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ അഖിൽ, സുഹൃത്തായ ലാറ എന്ന് വിളിക്കുന്ന കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി തച്ചനായൻ വീട്ടിൽ റെനീഷ് എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ അഖിൽ, കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി ഷാരത്ത് വീട്ടിൽ ഭാഗിഷ് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. അഖിലും സുഹൃത്ത് റെനീഷും പ്രതി നിഖിലും കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ്. ഇവർ മുൻപ് സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് ഏർപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ഇവരുടെ പേരിൽ കൊടകര പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട്. ഇതിനെ തുടർന്ന് നിഖിൽ കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ പോയ സമയം അഖിൽ സഹായിക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ അഖിലിനെയും റെനീഷിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ബസ്സിനിടയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. ലാലൂർ എൽത്തുരുത്ത് സ്വദേശി ആബേൽ ചാക്കോയാണ് മരിച്ചത്. യുവാവ് ബൈക്കിൽ ജോലിക്ക് പോകുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിക്കുകയായിരുന്നു. ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച ആബേൽ. അയ്യന്തോൾ കുറിഞ്ഞാക്കൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 10-നാണ് അപകടം. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ആര്യ ബസ്സാണ് യുവാവിനെ ഇടിച്ചത്. ബൈക്ക് വെട്ടിച്ചതോടെ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ടാണ് മരണം. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബസ്സുകളുടെ അമിത വേഗതയും റോഡിലെ കുഴിയുമാണ് അപകട കാരണമെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് തടഞ്ഞ് പ്രതിഷേധിച്ചു. കൌൺസിലർ മെഫി ഡെൻസന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിക്കുന്നത്. ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടമുണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ മാസം അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവാവും അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെ എത്തിയ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. മന്ത്രി R ബിന്ദുവിന്റെ അനാസ്ഥ മൂലം കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയെന്നും വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായെന്നും ആരോപിച്ചാണ് KSU ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്.
കനത്ത മഴയിൽ ഠാണാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് മെയിൻ റോഡിൽ SBI ബാങ്കിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിക്കുകയും പോലീസുമായി സംഘർഷമുണ്ടാവുകയും ചെയ്തു. KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ സമരം ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 10:30 നടത്തുമെന്ന് പ്രഖ്യാപിച്ച മാർച്ച് ആരംഭിച്ചത് 12 മണിയോടെയാണ്. രാവിലെ മുതൽ പോലീസ് മെയിൻ റോഡിൽ ഗതാഗതം തിരിച്ചുവിട്ടതിനെ തുടർന്ന് പട്ടണത്തിൽ ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അവസാനം അറസ്റ്റ് ചെയ്ത് നീക്കി. കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. 3 പീടിക സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തിത്തുറന്ന് ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാലയാണ് കവർന്നത്. ഓഫീസ് കുത്തിത്തുറന്ന് ശ്രീകോവിലിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത്. ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും കുത്തിത്തുറന്നിട്ടുണ്ട്. പുറത്തെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പുപാത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടെ മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുത്തി തുറന്ന ഒരു നിലയിലാണ് കണ്ടത്. അതേപോലെ ക്ഷേത്രം തുറന്നപ്പോൾ ദേവിയുടെ കഴുത്തിലുള്ള സ്വർണ്ണത്തിന്റെ താലി ഉണ്ടായിരുന്നു. 8 തവണ ടച്ചിങ്സ് വാങ്ങി 9ാം തവണ നൽകിയില്ല. പുതുക്കാട് ബാറിൽ ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. ഞായറാഴ്ച രാത്രി 11:40 സംഭവം. എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അളകപ്പനഗർ സ്വദേശി സിജോയെ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസ് പിടികൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് മേഫെയർ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിംഗ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ ടച്ചിംഗ്സ് തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ഇതേ ചായക്കടയിൽ അരമണിക്കൂർ മുൻപ് ചായ കുടിച്ച യുവാവ് സമീപത്തെ ഇടവഴിയിൽ പതുങ്ങി നിൽക്കുകയായിരുന്നു. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ വിടവാങ്ങി. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച VSന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ VSന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം. മരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു VS അച്യുതാനന്ദന്റെ പ്രായം. കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച VS അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന് CPIM രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. കോടതി മുറ്റത്തു നിന്നും ആശുപത്രിയിലെത്തി കുഞ്ഞിന് ജന്മം നൽകി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ CPO. പോലീസിനെ ആക്രമിച്ച കേസിൽ ഡ്യൂട്ടിയുടെ ഭാഗമായി മൊഴി നൽകാൻ അനുവദനീയമായ പ്രസവാവധി പോലും ദീർഘിപ്പിച്ച് കോടതിയിലെത്തിയ വനിതാ സിവിൽ പോലീസ് ഓഫീസർ കോടതി മുറ്റത്തു നിന്നും ആശുപത്രിയിലെത്തി ആൺകുഞ്ഞിന് ജന്മം നൽകി. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ CPO ശ്രീലക്ഷ്മിയാണ് പ്രസവിച്ചത്. കോടതിയിലെത്തിയപ്പോൾ ബ്ലീഡിംഗ് കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ശാരീരിക വിശ്രമം വേണ്ട സമയത്തും ഡ്യൂട്ടിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൃത്യനിർവഹണത്തോടുള്ള ആത്മാർത്ഥതയെ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോയും സഹപ്രവർത്തകരും അഭിനന്ദിച്ചു. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഫർഷാദിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ മൊഴി നൽകാനാണ് ശ്രീലക്ഷ്മി കോടതിയിൽ ഡ്യൂട്ടിക്കായി എത്തിയത്. ഈ കേസിൽ മൊഴി നൽകിയ ശേഷമേ അവധിയെടുക്കാവൂ എന്നും ശ്രീലക്ഷ്മി തീരുമാനിച്ചിരുന്നു.
വീട്ടുകാരും സഹപ്രവർത്തകരും പ്രസവാവധി താമസിപ്പിക്കുന്നതിൽ ഉണ്ടായേക്കാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചെങ്കിലും ശ്രീലക്ഷ്മി തീരുമാനത്തിൽ ഉറച്ചുനിന്നു. 9 മാസം കഴിഞ്ഞ ശ്രീലക്ഷ്മി ദിവസവും ഓട്ടോറിക്ഷയിലാണ് സ്റ്റേഷനിലെത്തിയിരുന്നത്. ഇന്നലെ സ്റ്റേഷനിൽ നിന്നും സഹപ്രവർത്തകരോടൊപ്പം വാഹനത്തിൽ കോടതി മുറ്റത്തെത്തിയപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാകുകയായിരുന്നു. ഉടൻ തന്നെ അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രസവം നടക്കുകയുമായിരുന്നു. വയോധികനെ ഓട്ടോറിക്ഷ ഇടിച്ചു നിർത്താതെ പോയ മറ്റത്തൂർ സ്വദേശി പോലീസ് പിടിയിൽ. 3 മുറി പെട്രോൾ പമ്പിനടുത്ത് വെച്ച് കൊടകര കോടാലി റോഡ് ക്രോസ് ചെയ്ത് നടന്നിരുന്ന അവിട്ടപ്പള്ളി സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ ദേവസിയെ ഓട്ടോ ഇടിച്ചതിനു ശേഷം നിർത്താതെ പോയ മറ്റത്തൂർ നന്ദിപ്പാറ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ വിഷ്ണുവിനെ തൃശൂർ റൂറൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ദേവസി മരണപ്പെട്ടിരുന്നു. പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ പരിക്കേറ്റ ദേവസിയെ അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനായ നൈജോ എന്നയാൾ മറ്റൊരു ഓട്ടോറിക്ഷയിൽ ആദ്യം കോടാലി ഹെൽത്ത് സെന്ററിലും പരിക്ക് ഗുരുതരമായതിനാൽ അവിടെ നിന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും എത്തിച്ചു. ചികിത്സയിലിരിക്കെ ദേവസി മരണപ്പെടുകയായിരുന്നു. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള വിഷ്ണു വെള്ളിക്കുളങ്ങര, കൊടകര, പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ്. പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു. തൃക്കൂർ മുട്ടൻസ് ഉത്രാടം വീട്ടിൽ 62 വയസ്സുള്ള വിജയകുമാർ, ഭാര്യ 59 വയസ്സുള്ള രാജേശ്വരി എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ചയാണ് കടലാശ്ശേരി പാലക്കടവ് പാലത്തിന് സമീപം മണലിപ്പുഴയിൽ നിന്നും വിജയകുമാറിന്റെയും തൃപ്രയാർ ചെമ്മാപ്പള്ളി കടവിൽ നിന്നും രാജേശ്വരിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ശനിയാഴ്ച മുതൽ ഇരുവരെയും കാണാതാവുകയായിരുന്നു. ദമ്പതികൾക്ക് പുറമെ മകൻ മനുവും രാജേശ്വരിയുടെ സഹോദരിയുമാണ് മുട്ടൻസിലെ വീട്ടിൽ താമസം. ദമ്പതികളുടെ മകൻ മനു കുറച്ചു ദിവസമായി ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ ഇവർ എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെക്കുറിച്ചുള്ള വിവരം ലഭ്യമായത്. പയ്യാക്കരയിൽ പാലസ് വില്ല പ്രൊജക്ട് ഉടമയാണ് വിജയകുമാർ. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. കോഴിമുട്ടയ്ക്കുള്ളിൽ സുഷിര ചിത്രം. VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലിയുമായി വടക്കാഞ്ചേരി സ്വദേശി സൂരജ് കുമാർ. അന്തരിച്ച VS അച്യുതാനന്ദന്റെ ഓർമ്മയ്ക്കായി കോഴിമുട്ടയ്ക്കുള്ളിൽ VSന്റെ ചിത്രം വരച്ച് വടക്കാഞ്ചേരി സ്വദേശി ആർട്ടിസ്റ്റ് സൂരജ് കുമാർ. കോഴിമുട്ടയിലെ സുഷിര ചിത്രകലയിലൂടെയാണ് VS അച്യുതാനന്ദന്റെ ചിത്രം സൂരജ് വരച്ചത്. ഏറെ ശ്രദ്ധയോടും ക്ഷമയോടുമാണ് ചിത്രം പൂർത്തീകരിച്ചത്. കോഴിമുട്ടയിൽ കൂർത്ത കമ്പി കൊണ്ട് സുഷിരമുണ്ടാക്കി ഇഞ്ചക്ഷൻ സിറഞ്ച് ഉപയോഗിച്ച് അതിനുള്ളിലെ വെള്ളയും മഞ്ഞക്കരുവും പുറത്തെടുത്ത ശേഷം മുട്ടയുടെ ഉൾവശം വൃത്തിയാക്കിയാണ് ചിത്രം വരച്ചത്. ചില്ലി ചിക്കനിൽ സോസ് കൂടിയെന്ന് ആരോപണം. ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനമേറ്റു. തളിക്കുളം ചിക്ക് സിറ്റി ഹോട്ടലിലെ പാചകക്കാരൻ ഷാജഹാനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഇയാളെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റ് പ്രതിഷേധിച്ചു. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സെക്രട്ടറി അക്ഷയ് എസ് കൃഷ്ണ, പ്രസിഡന്റ് RA മുഹമ്മദ് എന്നിവർ പറഞ്ഞു. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടി. മണിക്കൂറുകൾക്കുള്ളിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നും പിടിയിൽ. സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദചാമി പിടിയിൽ. കിണറ്റിൽ നിന്നാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. ശേഷം ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദചാമിയിലേക്ക് എത്തിയത്. പ്രതിയെ പിടികൂടിയെന്നും കൂടുതൽ കാര്യങ്ങൾ വൈകാതെ പങ്കുവെക്കാമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നു. ഒരു കൈയില്ലാത്തയാളെ നാട്ടുകാരിൽ ഒരാൾ കണ്ടിരുന്നു. അദ്ദേഹത്തിനുണ്ടായ സംശയവും സഹായകമായി. കണ്ണൂർ ബൈപ്പാസ് റോഡിൽ വെച്ചാണ് റോഡിന്റെ വലതുവശം ചേർന്ന് ഒരാൾ നടന്നു പോകുന്നതായി കണ്ടത്. തലയിൽ ഒരു ബാണ്ടക്കെട്ടുമുണ്ടായിരുന്നു. സംശയം തോന്നിയതോടെ എടാ എടാ എന്ന് വിളിച്ചു. പിന്നാലെ റോഡ് ക്രോസ് ചെയ്ത് ഗോവിന്ദചാമി എന്ന് വിളിക്കുകയായിരുന്നു. പിന്നാലെ മതിൽ ചാടി ഓടുകയായിരുന്നുവെന്നാണ് വിവരം. പുലർച്ചെ 1:15 ഗോവിന്ദചാമി ജയിൽ ചാടിയത്. അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത്. ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട്. ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു.
ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്കിറങ്ങിയതും. ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് വിവരം. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത്. അതീവ സുരക്ഷാ ജയിലുള്ള 10ാം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ചാടിപ്പോയത്. ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടി. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.